ബോൺഫോർ ട്രാവലിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് നവതിരുപ്പതിയിലെ 5ാമത്തെ തിരുപ്പതിയായ ഇരട്ട തിരുപ്പതിയിലെ കേതു ക്ഷേത്രത്തിലാണ് എത്തിയിരിക്കുന്നത്. ഞാൻ ഫോളോ ചെയ്യുന്നത് ഈ മാപ്പ് വെച്ചിട്ടാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇൻ്റർനെറ്റിലൊക്കെ പലതും ഇൻ്റർനെറ്റിൽ ഉള്ള ഡീറ്റെയിൽസ് ഒന്നും കറക്റ്റല്ല. ചില അമ്പലങ്ങളിലെ ഗ്രഹങ്ങൾ കാണിച്ചിരിക്കുന്നത് തെറ്റാണ്. അപ്പം ഞാൻ ഈ സ്ലിപ്പ് ഒരു അമ്പലത്തിൽ ഒരിടത്തുനിന്ന് കളക്ട് ചെയ്തതാണ്. അപ്പോൾ ഇത് കറക്റ്റാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ സ്ലിപ്പ് പ്രകാരമാണ് ഞാൻ മുമ്പേ കാണിച്ച സ്ലിപ്പ് പ്രകാരമാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. അങ്ങനെ 5ാമത്തെ തിരുപ്പതിയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതും ഒരു വളരെ വിശാലമായ അമ്പലം തന്നെയാണ്. ഫുള്ള് കരിങ്കല്ല് തന്നെയാണ് ഇതിൻ്റെയും കൺസ്ട്രക്ഷൻ. ഞങ്ങൾ ഏകദേശം ഒരു ഉച്ചയോട് കൂടിയാണ് ഇപ്പം എത്തിയിരിക്കുന്നത്. ഞങ്ങളൊന്ന് പ്രദക്ഷിണം പുറത്ത് അമ്പലത്തിൻ്റെ ശ്രീകോവിലിൻ്റെ പുറത്തുള്ള ഒരു പ്രദക്ഷിണം വെക്കുകയാണ്. കാരണം ചില നട ഇപ്പോൾ അടച്ചിരിക്കുകയാണ്. അപ്പോൾ തുറക്കും. അപ്പോഴത്തേക്ക് ഞങ്ങളൊന്ന് കറങ്ങി പ്രദക്ഷിണം വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് അമ്പലത്തിൻ്റെ മെയിൻ. ഞങ്ങളിങ്ങനെ ഒന്ന് കറങ്ങിയിട്ട് അങ്ങനെ ഈ ഇരട്ട തിരുപ്പതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 അമ്പലങ്ങൾ അടുത്തടുത്താണ്, അധിക ദൂരമില്ല. അതുകൊണ്ടാണ് ഇരട്ട തിരുപ്പതി എന്ന് പറയുന്നത്. ഒരെണ്ണം രാഹുവിൻ്റെയും ഒരെണ്ണം കേതുവിൻ്റെയും. അപ്പോൾ ഇതിപ്പോൾ രാഹുവിൻ്റെ അമ്പലമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ദർശനം കഴിഞ്ഞിട്ട് ഇങ്ങനെ 5 തിരുപ്പതി ഞങ്ങളുടെ കംപ്ലീറ്റായി. 5 തിരുപ്പതി കഴിഞ്ഞ് ഇനിയിപ്പം 6ാമത്തെ ദർശനം കഴിഞ്ഞിട്ട് ഞങ്ങൾ പുറത്തിറങ്ങി. ഇനിയിപ്പം 6ാമത്തെ തിരുപ്പതിയിലേക്ക് പോവാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കാരണം വെച്ചാൽ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ വീണ്ടും ഇതുപോലുള്ള വീഡിയോ ഇത്രയും കഷ്ടപ്പെട്ട് എഡിറ്റ് ചെയ്തൊക്കെ ഇടാൻ ടൈം എടുക്കുമ്പോൾ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ വീണ്ടും വീഡിയോ ഇടാനുള്ള ഒരു പ്രചോദനം ഉണ്ടാവുള്ളൂ. അപ്പോൾ താങ്ക് യു വെരി മച്ച്. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണും വരെ ബൈ.